സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളിൽ രോഷം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്ത്രീകൾ കഴിവും ശക്തിയും കുറഞ്ഞവരാണെന്ന് ചിലർ കരുതുന്നതായാണ് വിമർശനം. സ്ത്രീകളുടെ ഉയർച്ച തടയാൻ അനുവദിക്കില്ല എന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. അർജുൻ പീതാംബരൻ വിവരങ്ങൾ വേണ്ട. അർജുൻ, കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകം തന്നെയാണ് ഇങ്ങനൊരു കടുത്ത ഭാഷയിൽ തന്നെ നിലപാട് അറിയിച്ചുകൊണ്ട് രാഷ്ട്രപതി രംഗത്ത് വരാൻ കാരണമായത്. അങ്ങനെ പതിവുള്ളതുമല്ല അല്ലേ? തീർച്ചയായിട്ടും വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷ തന്നെയാണ് ഇവിടെ രാഷ്ട്രപതി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. നിർഭയ സംഭവം തൊട്ട് തുടരെ സ്ത്രീകൾക്കെതിരെ ഉണ്ടായ ഒട്ടനവധി സംഭവങ്ങൾ രാഷ്ട്രപതി എടുത്തു പറയുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ രാജ്യത്തെ പ്രത്യക്ഷമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടില്ല. മറിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അതിക്രമങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ്. ഇവിടെ കൊൽക്കത്തയിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം രൂക്ഷമായിട്ട് തന്നെ രോഷം രേഖപ്പെടുത്തി രാഷ്ട്രപതി രംഗത്തെത്തുന്നത്. പ്രധാനമായിട്ടും സ്ത്രീകളോടുള്ള ഒരു ആളുകളുടെ പെരുമാറ്റ രീതി, മനോവികാരം എല്ലാം തന്നെ മാറ്റണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാഷ്ട്രപതി ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്തായാലും ചിലർ സ്ത്രീകളെ കഴിവും ശക്തിയും കുറഞ്ഞവരാണെന്ന് കരുതുന്നു. അങ്ങനെയുള്ളവരാണ് സ്ത്രീകൾ ഉപഭോഗ വസ്തുക്കളായി കണക്കാക്കുന്നത്. എന്തായാലും ഈ ചിന്തകളെല്ലാം തന്നെ മാറണം. മറിച്ച് അവരുടെ വളർച്ചയ്ക്ക് തടയിടുന്ന ഒന്നും തന്നെ രാജ്യത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകാൻ ആരും അനുവദിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു വേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കുന്നത്. ശരിയാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രസിഡന്റ് ദ്രൗപദി മുർമു വളരെ ശക്തമായ ഭാഷയിലാണ് അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്ന കാര്യം. On the occasion of Women's Day last year, I had shared my thoughts and hopes about women's empowerment in the form of a newspaper article. I remain an optimist thanks to our past achievements in empowering women. I consider myself as an example of that spectacular journey of women empowerment in India. നമുക്കറിയാം ഏത് സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിൻ്റെ ഒരു വരവുണ്ടായത്. അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി തന്നെ പ്രസിഡന്റും കണ്ടതാണ്, രാജ്യം ഒന്നാകെ കണ്ടതാണ്. പക്ഷേ ബട്ട് ഐ മൈസെൽഫ് ഫീൽ ഡീപ്ലി ആങ്ക്രിഷ്ഡ് വെൻ ഐ ഹിയർ അബൌട്ട് ബ്രൂട്ടലി അഗെയിൻസ്റ്റ് വിമൻ ഇൻ എനി പാർട്ട് ഓഫ് ദ കൺട്രി എന്നാണ്. വളരെ വിശദമായ കുറിപ്പാണ്. അങ്ങനെ ഇത്രയും വിശദമായൊരു കുറിപ്പ് 3 പേജ് നീണ്ടു നിൽക്കുന്ന കുറിപ്പാണ് പ്രസിഡന്റേതായി പുറത്തിറക്കിയിരിക്കുന്നത്. അത് നമുക്കറിയാലോ, കഴിഞ്ഞ ഈ കൊൽക്കത്തയിൽ ഉണ്ടായ സംഭവം അത് രാജ്യത്തെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും എല്ലായിടങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രതിഷേധങ്ങൾ പ്രസിഡന്റിനെ തന്നെ എത്രത്തോളം മാനസികമായി ഒരു ആഘാതം പ്രസിഡന്റിൽ ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമാണ് ഈ വരികൾ. നമ്മുടെ നാട്ടിൽ ഇടവേളകളിൽ ഇത്രയും വലിയ ക്രൂരതകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനൊന്നും ഒരു അവസാനവുമില്ല എന്നത് സങ്കടകരമായ കാര്യം തന്നെയാണ്.